ഡിസംബർ മാസത്തിനുള്ളിൽ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തണം പറയുന്നത് ബംഗ്ലാദേശിൻ്റെ സൈന്യാധിപനായ വാഖറുസ്സമാനാണ്. അപ്പോൾ വാഖറുസ്സമാൻ ഇത് പറയുമ്പോൾ അവാമി ലീഗ് എന്ന് പറയുന്ന ബീഗം ഖാലിദാസിയുടെ പാർട്ടി ഇത് കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് യൂനിസിനോ അയാളെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കോ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് അതൊരു ജൂൺ 2026 ആകട്ടെ, അപ്പോഴേക്കും ഇലക്ഷൻ നടത്താം. പക്ഷേ സൈന്യം കർശനമായ നിലപാടെടുക്കുന്നു. 2026 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരണമെന്ന്. എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ അവാമി ലീഗിനെയൊക്കെ നിരോധിച്ചുകൊണ്ട് ചില സ്റ്റെപ്പുകൾ യൂണിസ് മുന്നോട്ട് വെച്ചെങ്കിലും അതിനെയൊക്കെ ഒരു അപകടത്തിലാക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പം ഈ BNP എന്ന പാർട്ടിയുടെ നീക്കം അങ്ങനെയല്ലേ വിലയിരുത്തുക? ഇല്ല, ബംഗ്ലാദേശ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പാണല്ലോ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് BNPയുടെ മാസീവ് റാലി, ഈ ബഹുജന റാലി, അതിൻ്റെ ചിത്രങ്ങൾ കാണേണ്ടതാണ്. അതായത് ധാക്കയിലെ തെരുവുകൾ ഇങ്ങനെ കിലോമീറ്റർ കണക്ക് തിങ്ങി നിറഞ്ഞായിരുന്നു അതിൻ്റെ റാലി എന്ന് പറയുന്ന സംഘം. അത് ശരിക്കും പറഞ്ഞാൽ ധാക്കയിലെ ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ്. അപ്പോൾ അതൊരു ഭാഗത്ത്, കാരണം ഈ BNPയും മുഹമ്മദ് യൂനിസും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ BNP അങ്ങനെയാണല്ലോ. ഇപ്പം ഖാലിദാസിയ ജയിലിൽ നിന്ന് മോചിതയായി, അവരുടെ കൂടെയുള്ള കുറേ തീവ്രവാദ നിലപാടുള്ളവരെയൊക്കെ പുറത്തിറക്കി. അങ്ങനെ വളരെ സൗഹൃദത്തിലായിരുന്നു ഈ ഷെയ്ഖ് ഹസീനെ പുറത്ത് ചാടിച്ചതിന് ശേഷം. പക്ഷേ ഇപ്പം അവർ തമ്മിലുള്ള ഈ മധുവിധമൊക്കെ മാറി ഇപ്പം അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് BNP ആണ്. കാര്യം അതിനു മുമ്പ് ഈ വാഖറുസ്സമാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിനകത്തെല്ലാം ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് യൂനിസ് ഒരു ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാവായിട്ട് വന്ന കക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ 10 മാസമായതേ ഉള്ളൂ. ഈ 10 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ 11ാമത്തെയോ 10ാമത്തെയോ വിദേശ ട്രിപ്പാണ് ഇപ്പം ജപ്പാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഇന്ന് എത്തിയിട്ടുണ്ടാവുകയേ ഉള്ളൂ. തിരിച്ച് ജപ്പാനിൽ നിന്ന് ധാക്കയിൽ ഒരു പക്ഷേ ഇന്നലെ രാത്രിയിലോ ഇന്ന് എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം പോയി എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പോൾ ചൈനയിൽ പോയി അവിടെ ചൈനയുമായിട്ടും ഉള്ള തീരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സ്റ്റാൻഡിങ്, അത് വളരെയധികം ഈ ദൂരവ്യാപകമായി ബംഗ്ലാദേശിനെ സ്വാധീനിക്കുന്ന, ബംഗ്ലാദേശിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത്. പോളിസി ഡിസിഷൻസാണ് എടുക്കുന്നത്. രാജ്യങ്ങളുമായിട്ട് ടൈപ്പുകൾ, അതുപോലെ ബന്ധങ്ങളിലുള്ള സംഗതികൾ, ഇങ്ങനെ അതേപോലെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഈ ഇടക്കാല വേളയിൽ ഈ യൂനിസ് എടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥമായിരിക്കുന്ന ബംഗ്ലാദേശിനെ അതിൻ്റെ ആഭ്യന്തരമായ അവസ്ഥയെ ഒന്ന് സുസ്ഥിരപ്പെടുത്തി തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള പ്രാഥമികമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ മുഹമ്മദ് യൂനിസ് ഇതുവരെ ഈ 10 മാസത്തിനുള്ളിൽ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം അബോധപൂർവമായിട്ടോ അല്ലെങ്കിൽ അറിയാതെ പറ്റുന്ന അശ്രദ്ധയല്ലത്, അത് ബോധപൂർവമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. കാര്യം ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ഈ ഒരു ഈ അവരുടെ ആണവ പരീക്ഷണത്തിൻ്റെ വാർഷികം ആഘോഷിക്കാൻ കൂടിയ അവിടെ ഒരു ബഹുജന റാലി നടക്കുന്നുണ്ട്. ആ റാലിയിൽ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാനിലും പണി പറ്റിച്ചെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാനല്ല, ബംഗ്ലാദേശിലും പണി പറ്റിച്ചെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ബംഗ്ലാദേശിലും ലഷ്കർ-ഇ തോയ്ബയുടെ പ്രതിനിധിയാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞേക്കുന്നത് അതായത് ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കിയത് ലഷ്കർ-ഇ തോയ്ബാണ്. അപ്പോൾ ഇവിടെ ഇപ്പം പാകിസ്ഥാൻ്റെ ISI ആണ് ഇപ്പം ബംഗ്ലാദേശിനെ നയിക്കുന്നത്. ISIയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗ്ലാദേശിലെ ഓരോ കാര്യങ്ങളും നീങ്ങുന്നതും. ISIയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ചുമതല ഏൽപ്പിച്ചവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി കാരണം 1971 തന്നെ ഈ വംശഹത്യയ്ക്ക് എല്ലാവിധ സഹായങ്ങളും പാകിസ്ഥാന് ചെയ്തു കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇപ്പോഴും ISIക്കും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ എന്താ പറയുക അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലും പിന്നീട് യൂനിസിൻ്റെ വരവിലും ഒക്കെ ലഷ്കർ-ഇ തോയ്ബയുമായിട്ട് ഇപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ലഷ്കർ-ഇ തോയ്ബയുടെ പിന്നിൽ ലഷ്കർ-ഇ തോയ്ബ,
ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഫണ്ട് കൊടുക്കാൻ അമേരിക്ക ഉണ്ടാവും. അമേരിക്കയുണ്ട്. ഇപ്പോൾ തന്നെ വേൾഡ് ബാങ്കിൻ്റെ $40 ബില്യൺ കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 40 ബില്യൺ ഇപ്പോൾ വേൾഡ് ബാങ്ക് കൊടുത്തിരിക്കുന്ന ഈ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന $40 ബില്യൺ അതിൻ്റെ ഒരംശം പാകിസ്ഥാനിലേക്കൂടെയൊക്കെയാണ് വരാൻ പോകുന്നത്. ബംഗ്ലാദേശിലേക്കാണ് വരാൻ പോകുന്നത്. അത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ബംഗ്ലാദേശിനെ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലനിർത്തുക, അതിലൂടെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക. എന്നിട്ട് താല്പര്യങ്ങൾ നോക്കുക, പല പല താല്പര്യങ്ങളാണ്. ഇപ്പോൾ ഈ മുഹമ്മദ് യൂനുസ് നടത്തിയിരിക്കുന്ന 10ാമത്തെ 11ാമത്തെ വിദേശ ട്രിപ്പാണ്. ഈ എല്ലാ ട്രിപ്പുകളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്യൂറോക്രസി ഒന്നടങ്കം യൂനുസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം തങ്ങളുടെ ബംഗ്ലാദേശിൻ്റെ താല്പര്യത്തിന് ഘടകവിരുദ്ധമായ രീതിയിലാണ് യൂനുസിൻ്റെ പോക്കെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫോറിൻ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചോടെ ബംഗ്ലാദേശിൽ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ റോഹിംഗ്യൻ കോറിഡോർ, അതല്ലെങ്കിൽ റുഖൈൻ കോറിഡോർ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് റോഹിംഗ്യകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി റൊഖൈനിലേക്ക് ഒരു കോറിഡോർ ഉണ്ടാക്കണം. അതാണ് ഈ വഖർ ഉസ്മാനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ബ്ലഡി കോറിഡോർ എന്നാണ് പറഞ്ഞത്. അതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മ്യാൻമാറിലുള്ളവർക്ക് വേണമെങ്കിൽ ആയുധം കടത്താം, ബംഗ്ലാദേശിലുള്ള തീവ്രവാദ സംഘങ്ങൾക്ക് മയക്കുമരുന്ന് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ കടത്താം. അപ്പോൾ ഉദ്ദേശങ്ങൾ പലതാണ്. യുഎന്നിന്റെ പേര് പറഞ്ഞിട്ടെങ്കിൽ അമേരിക്കയുടെ താല്പര്യമാണ്. അതെ, സെന്റ് മാർട്ടിൻ ഐലൻഡ് അതാണല്ലോ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് വരുന്നത് സാധനം. അതിനെ എതിർത്തതിന്റെ പേരിലൂടെയാണ് പാകിസ്ഥാൻ വഴി ഈ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയെന്നും ഷെയ്ഖ് ഹസീന പറയുകയുണ്ടായി. അതെ, ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഷെയ്ഖ് ഹസീന അങ്ങനെ പറയണമെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഒരു പെർമിഷൻ, മൗനാനുവാദം ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ ഷെയ്ഖ് ഹസീന പോലും പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ താല്പര്യം പിന്നിലുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല, ഒരു ഭാഗത്ത് ചൈനയുടെ താല്പര്യം അല്ലേ. അപ്പൊ മ്യാൻമാറിൽ ചൈനയുടെ പൊസിഷൻ അറിയാമല്ലോ. അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒതുക്കുക എന്നുള്ള, ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയെ പ്രതിരോധത്തിൽ നിർത്തുക, ഇതൊക്കെ യുദ്ധതന്ത്രങ്ങളാണ്. യുദ്ധമില്ലാത്തപ്പോൾ പോലുള്ള യുദ്ധതന്ത്രങ്ങളാണ്. കാരണം നമ്മളുടെ രണ്ട് വശങ്ങളും സംഘർഷപൂരിതവും സംഘടന ജടിലവുമാകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. നമുക്ക് ആദ്യം നിലനിൽപ്പ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് വികസനം ഉണ്ടാകും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ നിലനിൽപ്പിനെ, അതല്ലെങ്കിൽ നമ്മളുടെ ശാന്തമായ ഒരു അന്തരീക്ഷം ആഭ്യന്തരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ തകർക്കുക, അതിൻ്റെ ഒരു ലക്ഷ്യം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് നിൽക്കുന്നത്. മുഹമ്മദ് യൂനുസ് ഇപ്പോൾ 6 മാസമാണ് ചോദിക്കുന്നത്. ആദ്യം മുഹമ്മദ് യൂനുസ് മുമ്പോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു 4-5 വർഷം തരൂ. ഇദ്ദേഹത്തിന് തന്നെ 85 വയസ്സായി. സ്വാഭാവികമായിട്ടും ഒരു ആലോചിച്ച് നോക്കണം, എന്നെ 90 വയസ്സ് വരെ അനുവദിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യം. അപ്പോൾ ഇതിനകത്ത് ഈ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ അവാമി ലീഗിനെ നിരോധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ അധികാരത്തിൽ നിന്ന ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യാതൊരു മടിയുമില്ലാതെയാണ് നേതാവിനെ എടുത്ത് പുറത്ത് കളയുകയും ചെയ്തു, പാർട്ടിയെ നിരോധിക്കുന്നു. അതെ, പാർട്ടിയെ നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഈ യൂനിസിന് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്ന് സൈന്യത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, ഈ പരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിന് മാത്രമേ രാജ്യത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ യൂനിസ് സർക്കാർ വന്നതിന് ശേഷം 8-9 മാസം ഞങ്ങൾ വല്ലാതെ അനുഭവിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ കലാപമോ ജനങ്ങളുടെ പ്രതിഷേധവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയാൽ പട്ടാളം ബാരക്കിലിരിക്കില്ല, പട്ടാളം റോഡിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ അടിച്ചിരുത്തും എന്നാണ്. പക്ഷേ രാജ്യത്തൊരു പട്ടാള അട്ടിമറിക്കൊന്നും ഈ ഉസ്മാൻ ശ്രമിക്കുന്നില്ല. അത് സമാൻ പറഞ്ഞു, എനിക്ക് യാതൊരുമായ പൊളിറ്റിക്കൽ അംബിഷനും ഇല്ല. അതേസമയം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഇവിടെ ആവശ്യമാണ്. മാത്രമല്ല, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വന്ന ഉടനെ സമയത്ത് തന്നെ പോലീസിനത് നിയന്ത്രിക്കാൻ പറ്റില്ല. പട്ടാളത്തിന് ഇറങ്ങേണ്ടി വന്നു. ആ പട്ടാളങ്ങൾ പലതും ഇപ്പോഴും അവിടുത്തെ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുകയാണ്. അപ്പം വക്കർ ഉസ്മാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബാരക്കിലേക്ക് മടങ്ങുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ധാക്കയിൽ ഈ ബംഗ്ലാദേശ് സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു അട്ടിമറി, കാരണം അത് പിന്നെ ഈ സമാനെ സംബന്ധിച്ചിട്ട് യാതൊരു താല്പര്യമില്ലെന്ന് അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേശ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് 2025 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള അൾട്ടിമേറ്റം, അന്ത്യശാസനം പട്ടാള മേധാവി യൂനുസിന് നൽകുന്നത്. ഇതേ അന്ത്യശാസനത്തിൻ്റെ ആവർത്തനമാണ് ഇപ്പം BNP നടത്തുന്നത്.
അപ്പോൾ BNP ഇത് കാരണം BNPയും ഈ ബക്കർ സമാൻ പറഞ്ഞ അതേ ഭാഷയും സ്വരത്തിലുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനിസ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ പാകിസ്ഥാൻ ISIയുടെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ഉള്ള ഒരു പിൻബലത്തിലാണ് ഇപ്പോൾ യൂനിസ് ബംഗ്ലാദേശിൽ നിൽക്കുന്നത്. ഇത് ഈ കഴിഞ്ഞ ദിവസത്തെ റാലി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്കുള്ള ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇപ്പം തന്നെ യൂനിസ് തന്നെ പറഞ്ഞു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അത്ര ഒരു അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ബംഗ്ലാദേശ് വഴുതിയിടാവുന്ന ഒരവസ്ഥയാണ്. അവിടെയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പട്ടാളം ധാക്കയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.